ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പുതിയതായി ഓപ്പൺ ചെയ്തിട്ടുള്ള തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. തുടക്കത്തിലെ എൻട്രൻസിൽ തന്നെ മനോഹരമായ ഒരു കവാടവും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു താമരക്കുളം, അതുപോലെ തന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട്. നല്ല മനോഹരമായ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഫ്രണ്ടിൽ തന്നെ കാണാനുള്ളത്. അതുപോലെ തന്നെ നല്ല മനോഹരമായൊരു കവാടമാണ് ആണുള്ളത്. ആ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വിശാലമായ ഹാളാണ്. ഹാളിൻ്റെ ഒരറ്റത്ത് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇത് നിറയെ കാടാണ്. ആ കാടിൻ്റെ ഉള്ളിൽ കാടിൻ്റെ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ കാടിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ റോഡ് വെട്ടിയിരിക്കുന്നതും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതും. പന പോലുള്ള വൃക്ഷങ്ങളും അതുപോലെയുള്ള ഒരുപാട് മരങ്ങളും ചെടികളും എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും കാണാനില്ലെങ്കിലും നമുക്ക് പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ സാധിക്കും. നല്ല പച്ചപ്പാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല പച്ചപ്പാണ്. ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം നാച്ചുറലാണ്. ഇവിടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ഇങ്ങോട്ട് നീക്കിയിട്ടില്ല. എന്നിരുന്നാലും വളരെ കുറച്ച് മൃഗങ്ങളും പക്ഷികളുമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാലും നമുക്ക് എൻജോയ് ചെയ്ത് നടന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്ത് നടന്ന് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. അധികം മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും നമുക്കിവിടെ കാണാനില്ല. വളരെ കുറച്ച് പക്ഷികളെ കണ്ടുള്ളൂ. 2-3 ഐറ്റം പക്ഷികൾ മാത്രം. മയിൽ, അതുപോലെ പരുന്ത്, അതുപോലെയുള്ള 2-3 ഐറ്റം പക്ഷികൾ മാത്രമാണ് ഞങ്ങളിവിടെ കണ്ടുള്ളൂ. അതിനെ കൂട്ടിലിട്ടിരിക്കുകയല്ല, വിശാലമായിട്ട് നെറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. കാട്ടിൽ വിഹരിക്കുന്ന പോലെ തന്നെ ഇവറ്റയ്ക്ക് ഇവിടെയും സ്വൈര്യമായിട്ട് വിഹരിച്ച് നടക്കാൻ സാധിക്കും. മൃഗങ്ങളാണെങ്കിലും അധികം മൃഗങ്ങളെയൊന്നും ഞങ്ങളിവിടെ കണ്ടില്ല. കുറച്ച് പന്നിമാനുകളെ കണ്ടു. പിന്നെ കണ്ടത് ഒരു കടുവ, ഒരു പുലി, ഇതിനെയൊക്കെ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. അത് ഒരുമിച്ച് തുറന്ന് വിടാത്തതാണോ അതെയോ പിന്നെ തൃശ്ശൂരിൽ നിന്ന് പുത്തൂരിലേക്ക് മാറ്റാത്തതാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്ന് പോവാൻ നല്ല വൃത്തിയുള്ള റോഡുകളും നല്ല തണലും ഉണ്ട്. അധികം വെയിലടിക്കാതെ പോകാൻ പാകത്തിന് നല്ല തണലുകളുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡും പന പോലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ റോഡുകളുമാണ്. അതുപോലെ തന്നെ ഈ മുളഞ്ചെടികൾ ഒക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗി വരുത്തിയിട്ടുണ്ട്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇടത്താവളങ്ങളുണ്ട് നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട്. ഇത് പന്നിമാനുകളാണ്. ഇതിനെ ഇവിടെ കൂട്ടിലിട്ടിരിക്കുകയല്ല, ഇത് അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഒരുപാട് ഏരിയ ഇവർക്ക് നടന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ പുല്ല് തിന്നാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇരുന്ന് വിശ്രമിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഇടത്താവളങ്ങളുണ്ട് ഇരുന്ന് വിശ്രമിക്കാനും. അതിൻ്റെ ഉള്ളിൽ കുടിവെള്ള സൗകര്യം, വേസ്റ്റ് ബിൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഞങ്ങൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാനുകൾക്ക് നടക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ.
ഇവിടുന്ന് വിശ്രമം കഴിഞ്ഞു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നെത്തി. ഇവിടേക്കാണ് ബസ് വരുന്നത്. നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലഘുഭക്ഷണശാലയുണ്ട്. എല്ലാം നല്ല റേറ്റാണ്, എന്നാലും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. ഈ ബസ്സിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് യാത്രയാവുകയാണ്. ഈ ബസ്സിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ കാടിൻ്റെ ഉള്ളിലുള്ള എല്ലാം തന്നെ നമുക്ക് ഈ ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ബസ് നിറയെ ആളുകളാണ്. ഈ ബസ്സിലൊരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. കാടിൻ്റെ സൗന്ദര്യം നമുക്ക് ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കും. നിറയെ കാടാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത്. കണ്ടമാന ഏരിയ നടന്ന് കാണാനുണ്ട്. പക്ഷേ ഈ ബസ് സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. 1-2 ബസ് ഇതിൻ്റെ ഉള്ളിൽ ഓടുന്നുണ്ട്. നമ്മൾ ഈ ബസ്സിൽ പോയി അടുത്ത സ്പോട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ കാണാനുള്ളതെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത ബസ് വരും. ആ ബസ്സിൽ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ സാധിക്കും. ബസ് വളരെ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം കാണാൻ സാധിക്കും. അവിടെ ഒരു കാട്ടുപോത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ബസ് സ്ലോ ചെയ്തതാണ്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇടത്താവളങ്ങളും ലഘുഭക്ഷണശാലകളും ഉണ്ട്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത ബസ് പോകാൻ തയ്യാറായിട്ടുണ്ടാവും. ഇത് കടുവയാണ്. ഒരെണ്ണത്തിന് ഞങ്ങൾ കണ്ടുള്ളൂ. ഇതിനെ തുറന്നു വിട്ടിരിക്കുകയാണ്. ബാക്കി ഉള്ളതെല്ലാം കൂട്ടിലാണെന്ന് തോന്നുന്നു. ഇതിന് കുടിക്കാനുള്ള വെള്ളത്തിന് ചുവട്ടിൽ ടാങ്ക് കെട്ടി വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. സെക്യൂരിറ്റി പറഞ്ഞത് ഇപ്പം തന്നെ വന്ന് വെള്ളം കുടിച്ച് കയറിപ്പോയി കിടക്കണ കിടപ്പാണെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്. ഇനി പുലി ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചെല്ലാം ഉണ്ട്. ഇത് ഇരിക്കാനുള്ള ബെഞ്ചിട്ടിരിക്കുന്നത്. ഇത് ആർച്ച് പോലെ അവിടെ കെട്ടിയുണ്ടാക്കിയത് ചെടി പടർത്തിയിരിക്കുകയാണ്. ഇതൊരു പുലിയാണ്. പുലി അവിടെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ നിവർന്ന് അവിടെ കിടന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ എണീറ്റ് നടന്നുപോയി. ഒരെണ്ണത്തിന് ഞങ്ങൾ കണ്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കൂട്ടിലാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഒരുമിച്ച് തുറന്നു വിടുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്.
അവൻ പതുക്കെ എണീറ്റ് നടന്നു പോകുന്നുണ്ട്. ഈ കടുവയും പുലിയും തമ്മിൽ ഭയങ്കര ആണെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അത് കാരണം അവിടെ കമ്പിവേലി ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഒട്ടകപ്പക്ഷി തീറ്റയെടുക്കുന്നതാണ്. രണ്ടെണ്ണം ഒരുമിച്ച് തീറ്റയെടുത്ത് കൊക്ക് നിറയെ കൊത്തിയെടുത്തിട്ട് കുറച്ചധികം കൊത്തി എടുത്തതിന് ശേഷമാണ് തല മുകളിലേക്ക് പൊക്കിയിട്ട് ഇത് വിഴുങ്ങുന്നത്. ഇത് കൊത്തിയെടുത്ത് വായിൽ കൂട്ടി വയ്ക്കുക, എന്നിട്ട് കൊക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് അത് വിഴുങ്ങും. അടുത്ത ബസ് വന്ന് ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് മടക്കയാത്രയിലാണ്. ബസ്സിൽ മടക്കയാത്രയിലാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്, താങ്ക് യു.